അതിർത്തിയിൽ ഇപ്പോൾ ശാന്തമാണ്. എന്നിരുന്നാലും വെടിനിർത്തൽ കരാർ ലംഘനം നടന്നിരിക്കുന്നു പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപേ തന്നെ എന്തായാലും നിലവിൽ വന്ന് മണിക്കൂറുകൾക്കകമാണ് ഈ ഒരു ലംഘനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പാക് നടപടിയിൽ അപലപിച്ചിരിക്കുകയാണ്. ഇന്ത്യ തിരിച്ചടി നൽകാൻ സേനയ്ക്ക് നിർദ്ദേശം നൽകി. അതേസമയം ജമ്മുവിലടക്കം ഏർപ്പെടുത്തിയ ബ്ലാക്ക് ഔട്ട് പിൻവലിച്ചു. അതിർത്തിയിൽ സ്ഥിതിഗതികൾ നിലവിൽ ശാന്തമാണ്. അഫ്സാന അൻഷാദാണ് വിവരങ്ങളുമായി ചേരുന്നത്. അഫ്സാന, ഇനിയൊരു പ്രകോപനത്തിനുള്ള സാധ്യത ഇന്ത്യ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്തരത്തിൽ വേണമെങ്കിലും ഒരു പാക് നീക്കം ഉണ്ടായേക്കാമെന്നുള്ള സൂചനകളൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില നിഗമനങ്ങളൊക്കെ ഇന്ത്യക്കുണ്ട്. എന്നിരുന്നാലും സാഹചര്യത്തിൽ അതിർത്തിയിൽ ശാന്തമാണല്ലേ കാര്യങ്ങൾ? കാളി, നിലവിലെ സാഹചര്യം ശാന്തമായി തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ അടക്കം പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും പ്രതികരണം അറിയിച്ചു. അതായത് ഈ വെടിനിർത്തൽ കരാർ എന്ത് വന്നാലും പാലിക്കും, അതിന് ബാധ്യസ്ഥരാണെന്നടക്കമുള്ള കാര്യങ്ങൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി അറിയിച്ചിരുന്നു. അതിനുശേഷം ഇതുവരെ ആക്രമണ ശ്രമങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ സാധാരണ നിലയിലേക്ക് തന്നെ മുമ്പോട്ട് പോവുകയാണ്. ജമ്മുവിലടക്കമുള്ള അതിർത്തി പ്രദേശങ്ങളിൽ ജനജീവിതം സാധാരണ നിലയിലേക്ക് പോവുകയാണ്. എന്നാൽ അമൃത്സറിൽ മാത്രം ഇപ്പോൾ നിയന്ത്രണം നിലനിൽക്കുന്നുണ്ട്. ഇന്നലെയായിരുന്നു വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത്. ഇതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘനം നടത്തിയത്. മേഖല സമാധാനത്തിലേക്ക് നീങ്ങുന്നെന്ന് പ്രതീക്ഷിച്ചിരിക്കവെയാണ് വീണ്ടും ഒരു ആക്രമണ ശ്രമം ഉണ്ടായത്. ഇതോടെ രാത്രിയിൽ തന്നെ വിദേശകാര്യ മന്ത്രാലയം മാധ്യമങ്ങളെ കാണുകയും ചെയ്തു. ഏകദേശം രാത്രി 10:45 വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി പ്രത്യേക വാർത്താ സമ്മേളനം വിളിക്കുകയുണ്ടായി. തുടർന്ന് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടായതായി സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇന്നലെ രാത്രിയിൽ ജമ്മു കശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് തുടങ്ങിയ നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലുമാണ് വെടിനിർത്തൽ ലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പാകിസ്ഥാനി ഡ്രോണുകൾ ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ചെത്തുകയും ചെയ്തു. അതുമാത്രമല്ല, ഷെല്ലാക്രമണം അടക്കം നടക്കുകയും ചെയ്തു. അതായത് രാത്രി ഏകദേശം 8 മണിയോടെ തുടങ്ങിയ ഷെല്ലാക്രമണം രാത്രി 10:30 വരെ തുടരുകയും ചെയ്തു. മാത്രമല്ല, പാകിസ്ഥാന്റെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതും സൈന്യം സ്ഥിരീകരിക്കുകയുണ്ടായി. വീണ്ടും ആക്രമണ സാധ്യത തെളിഞ്ഞതോടെ ഇന്നലെ രാത്രി ജമ്മു കശ്മീർ ജില്ലയിലും അതുപോലെ പഞ്ചാബ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലും വൈദ്യുതി ബന്ധം ഛേദിച്ച് ബ്ലാക്ക് ഔട്ട് അടക്കം ഏർപ്പെടുത്തിയ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. മുൻകരുതൽ എന്നോണമാണ് ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തിയത്. എന്നാൽ അതിന് പിന്നാലെയാണ് ഇന്ത്യ അപലപിച്ച് പാകിസ്ഥാന്റെ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ പത്രസമ്മേളനം നടത്തിയതിന് പിന്നാലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. അതായത് വെടിനിർത്തൽ കരാർ പാലിക്കാൻ തങ്ങൾ ബാധ്യസ്ഥരാണെന്നും സൈനികർ സംയമനം പാലിക്കണമെന്നും പാകിസ്ഥാൻ അറിയിക്കുകയുണ്ടായി. മാത്രമല്ല, ഒരു ആരോപണം കൂടി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഉന്നയിച്ചിരുന്നു. അതായത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് യാതൊരു പ്രകോപനവും ഉണ്ടായിട്ടില്ല, ഇന്ത്യയാണ് പ്രകോപനം ഉണ്ടാക്കിയത് എന്ന ഒരു ആരോപണം കൂടി പാകിസ്ഥാൻ ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെ തുടർന്ന് ആക്രമണ ശ്രമങ്ങളോ അതുപോലെ സ്ഫോടക ശബ്ദങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. നിലവിൽ ശ്രീനഗർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ശാന്തമായി തന്നെ തുടരുകയാണ്. ജമ്മു, പഞ്ചാബ്, രാജസ്ഥാനിലടക്കം ഏർപ്പെടുത്തിയ ബ്ലാക്ക് ഔട്ട് പിൻവലിക്കുകയുമുണ്ടായി. എന്നാൽ അമൃത്സറിൽ മാത്രം ഇപ്പോഴും റെഡ് അലേർട്ട് തുടരുകയാണ്. നിയന്ത്രണം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ അമൃത്സറിൽ 12 ഡ്രോണുകളാണ് പാകിസ്ഥാൻ തൊടുത്തുവിട്ടത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വീണ്ടും ഒരു ആക്രമണ ശ്രമം മുൻകണ്ടാണ് ഈ അലേർട്ട് തുടരാൻ ജില്ലാ ഭരണകൂടം ഇന്ന് അറിയിച്ചത്. ജനങ്ങൾ വീടിനകത്ത് തന്നെ തുടരാനും, അതായത് സുരക്ഷിത സ്ഥാനത്ത് തന്നെ തുടരാനും, റോഡുകളിലോ ടെറസുകളിലോ പോലും ഇറങ്ങരുതെന്നും ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരം വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന് മണിക്കൂറുകൾക്കകം ഇത്തരമൊരു ആക്രമണം നടത്തിയ പാകിസ്ഥാൻ ഇനിയും ഒരു ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്നതിൽ യാതൊരു സംശയമില്ല. ജനങ്ങൾ ഇപ്പോൾ സാധാരണ രീതിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. എന്നാലും ഒരു ആശങ്ക നിലനിൽക്കുക തന്നെയുണ്ട്. അതീവ ജാഗ്രതയിലാണ് ഇപ്പോൾ രാജ്യം നിലനിൽക്കുന്നത്. അവസാന ഏറ്റവും പ്രധാനമായും ഈ ഒരു വെടിനിർത്തൽ ധാരണയിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിയതിന് ശേഷം ഇത്തരത്തിലൊരു പാക് പ്രകോപനം ഉണ്ടാകുന്നു. അതിൽ എത്രത്തോളം സാധ്യതയുണ്ട് ഒരു ഭീകര സംഘടനയ്ക്ക് അതിൽ ഉൾപ്പെടാൻ, അല്ലെങ്കിൽ ഒരു ഭീകര സംഘടന കൂടി, അല്ലെങ്കിൽ ഭീകര സംഘടന തന്നെ
ഈ ഒരു ധാരണയുടെ മറവിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മറ പിടിച്ച് നടത്തിയതാകാം ഇത്തരത്തിലൊരു പ്രകോപനം എന്നുള്ള ചില വിലയിരുത്തൽ കൂടി ഈ ഒരു ആക്രമണത്തിന് ശേഷം പല ഘട്ടങ്ങളിലും വന്നിരുന്നു. ഇന്ത്യയുടെ ഭാഗത്തു നിന്നുമാണ് ഇനി കൃത്യമായൊരു സ്ഥിരീകരണം ലഭിക്കേണ്ടത്. എത്തരത്തിലുള്ളൊരു ആക്രമണമായിരുന്നു, അതിൽ എത്രത്തോളം ആയുധങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, ഈ ഒരു ആക്രമണത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഇപ്പോഴും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും കൂടുതലൊരു സ്ഥിരീകരണം അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇന്ത്യ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ഈ ഒരു നടപടി അപലപനീയം എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യയുടെ മറുപടി എന്തായാലും ഈ ഒരു പ്രകോപനത്തിന് തീർച്ചയായും കടുത്ത മറുപടി തന്നെ ഇന്ത്യ നൽകുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലേ? അതെ കാളി, തീർച്ചയായും ഇന്ത്യ ഒരു കനത്ത തിരിച്ചടി തന്നെ നൽകുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. കാരണം എന്തുവെന്നാൽ പാകിസ്ഥാൻ ഈ പ്രകോപനം ഇനി തുടരുകയാണെങ്കിൽ യുദ്ധം തന്നെയായിരിക്കും ഇനി നടക്കാൻ പോകുന്നതെന്നാണ് കേന്ദ്ര സർക്കാർ അടക്കം അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല ഈ ആക്രമണം നടന്നതിന് പിന്നാലെയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആരോപിക്കുന്നത് ഇന്ത്യയാണ് പ്രകോപനം ഉണ്ടാക്കിയതെന്നടക്കമാണ്. യു എസിന്റെ മധ്യസ്ഥതയിലാണ് ഇങ്ങനെ ഒരു കരാർ നിലവിൽ വന്നത്. ഇതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു പ്രകോപനം ഉണ്ടാകുന്നതും അതും പ്രകോപനത്തിൽ ഒരാൾക്ക് പരിക്കുമേറ്റിട്ടുണ്ട്, ഒരു ജവാനാണ് പരിക്കേറ്റിട്ടുണ്ട്. അവിടെ ഭീകരർക്കായുള്ള തെരച്ചിലും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇനിയൊരു പ്രകോപനം ഉണ്ടാകുകയാണെങ്കിൽ ഒന്നും വകവെക്കില്ല, കനത്ത തിരിച്ചടി തന്നെ നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിന് സേനയ്ക്ക് അടക്കം നിർദ്ദേശവും ഇന്ത്യ നൽകിയിട്ടുണ്ട്. ഇനിയൊരു യുദ്ധത്തിലേക്ക് തന്നെയായിരിക്കും പോവുക എന്നതടക്കമാണ് ഇന്ത്യ അറിയിച്ചിട്ടുള്ളത്. കാളി, ശ്രീ അഫ്സാന അൻഷാദാണ് വിവരങ്ങൾ നൽകിയത്. അതിർത്തിയിൽ സ്ഥിതിഗതികൾ നിലവിൽ ശാന്തമാണ്. കഴിഞ്ഞ ദിവസത്തെ വെടിനിർത്തൽ ധാരണ ഇരു രാജ്യങ്ങളും സമ്മതിച്ചതാണ്. അതിനുശേഷം ഇത്തരത്തിലൊരു പ്രകോപനം ഉണ്ടായി എന്നുള്ളതാണ്. ആ ഒരു പ്രകോപനത്തെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പാക്കിന്റെ തുടർ നീക്കങ്ങളൊക്കെ കൃത്യമായി നിരീക്ഷിക്കുകയായിരുന്നു ഇന്ത്യ. എന്തിനും സേന പൂർണ്ണ സജ്ജമാണ് എന്നുള്ളതും കൂടിയാണ്. ഇനി ഇത്തരത്തിലൊരു മറുപടി അല്ലെങ്കിൽ ഈ ഒരു പ്രകോപനത്തിന് എങ്ങനെയായിരിക്കും ഇന്ത്യ നയതന്ത്രപരമായി മറുപടി കൊടുക്കുമോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു പ്രത്യാക്രമണത്തിലൂടെ തന്നെ ആയിരിക്കുമോ ഇന്ത്യയുടെ മറുപടി ഉണ്ടാവുക എന്നുള്ളതൊക്കെയാണ് കണ്ടറിയേണ്ടത്. കഴിഞ്ഞ ദിവസം യുഎസിന്റെ മധ്യസ്ഥതയിൽ നടന്ന ഒരു ചർച്ചയാണ് ഇത്തരത്തിലൊരു വെടിനിർത്തൽ ധാരണയിലേക്ക് എന്നുള്ളതൊക്കെയായിരുന്നു ട്രംപിന്റെ ഭാഗത്തു നിന്നും ട്രംപിന്റെ സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ ട്രംപ് വാദിച്ചത്, അല്ലെങ്കിൽ ട്രംപ് ഉയർത്തിയൊരു അവകാശവാദം. എന്നാൽ ഇന്ത്യ അതിനെ തള്ളുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. 2 DGMOമാർ ചേർന്ന് നടത്തിയ, പാകിസ്ഥാന്റെ DGMO നേരിട്ട് ബന്ധപ്പെട്ടാണ് പാകിസ്ഥാനാണ് ആദ്യം ഇത്തരത്തിലൊരു വെടിനിർത്തൽ ധാരണയിലേക്ക് എത്താമെന്നുള്ളൊരു സൂചനയൊക്കെ അല്ലെങ്കിൽ ആ ഒരു നീക്കത്തിനായി സമീപിച്ചത്. എന്നാൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വീണ്ടും പ്രകോപനം ഉണ്ടാകുന്നൊരു സാഹചര്യം കൂടിയായിരുന്നു. ഇപ്പോൾ ആ ഒരു പ്രകോപനങ്ങളൊക്കെ നിലവിലില്ല. അത്തരത്തിൽ പ്രകോപനങ്ങളൊന്നും തന്നെ അതിർത്തി മേഖലകളിൽ ഇല്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്.